ഹലോ ഡിയേഴ്സ്, ഇറ്റ്സ് മീ മനീഷ ഹരിലാൽ. ഇന്നത്തെ വീഡിയോ ഞങ്ങളെ ക്യാൻറ്റീനെ നമ്മളൊരു ഗ്രൂമിങ് സെൻറ്ററിലേക്ക് കൊണ്ടുവന്ന വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ കുറേ വിഷ്വൽസ് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇന്നത്തെ ഈ വീഡിയോ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ക്യാൻറ്റീനെ ഞങ്ങളെ വീട്ടിൽ നിന്ന് ക്യാൻറ്റീനെ കൂട്ടാൻ പോവുകയാണ് ഇപ്പോൾ. അപ്പം ഞാനും ഹരിയും ഉണ്ട്. ഇവിടുന്ന് അച്ഛനും ക്യാൻറ്റീൻ കൂടെ വരും. എന്നിട്ട് ഞങ്ങൾ ഗ്രൂമിങ് സെൻറ്ററിൽ പോയി ക്യാൻറ്റി സുന്ദരിയാവും. മഞ്ജു അമ്മയും കൂടി ഫറൂഖിൽ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരും കൂടി പിക്ക് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. ഇനി ബാക്കി വിഷ്വൽസ് കാണാട്ടോ. മഞ്ജുവിനെയും അമ്മേനെയും കണ്ട്. മഞ്ജുവിന് PG എക്സാം ആയതുകൊണ്ട് ഫറൂഖ് കോളേജിൽ വെച്ചിട്ടായിരുന്നു എക്സാം. അപ്പോൾ അത് കഴിഞ്ഞ് വരുന്ന വഴിയാണ്. അപ്പോൾ അവരും പിക്ക് ചെയ്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക്. അമ്മ ഞങ്ങളില്ലേ ക്യാൻറ്റീനെ കൊണ്ടുപോയിട്ട് ലോക്കലാക്കി കൊണ്ടുവരാനുള്ള പ്ലാനിലാണ്. അതിനെയും കൂടി അങ്ങോട്ട് തന്നെ വിട്ടാറുണ്ട്. അതിനെ സുന്ദരി കുട്ടിയാക്കി വിട്ടോട്ടെ. തെങ്ങ് ആ രോമത്തിന്റെ പ്രശ്നം വരരുത്. അതല്ല, പിന്നെ വയറിന്റെ താഴത്ത് ഭയങ്കര രോമം കട്ടിയായിട്ടുണ്ടാവുക. അതൊക്കെ ഒന്ന് വെട്ടിത്തരാവുക. അപ്പൊ ഞങ്ങൾ ഏകദേശം ഞങ്ങള് വീട്ടിലെത്താനായി. അപ്പോൾ കറക്റ്റ് മണ്ണൂർ വളവ് വിഷ്വൽസും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങള് ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെ നല്ല രസമുള്ള ഒരു സ്ഥലമാണ് ഞങ്ങളെ മണ്ണൂർ വളവ്. എനിക്കെപ്പോഴും എൻ്റെ നാട്ടിൽ വരുന്ന സമയത്ത് ഈ കല്ലമ്പാറ പാലം കയറുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. ഞങ്ങള് കല്ലമ്പാറ പാലം കയറാൻ പോവുകയാണ്. കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ അവരെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് നമ്മളെ നാട്ടിലേക്ക് കയറുമ്പോൾ ഈ ഒരു ഫീൽ എക്സ്പീരിയൻസ് ചെയ്യാത്തവരുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നല്. ഞങ്ങളെ മെയിൻ അങ്ങാടി ഇതാ ടോക്കിയോ. ഇതാണ് ഞങ്ങളെ സ്വന്തം പ്രിയ. എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇവിടുന്ന് എന്തെങ്കിലും ഒരു ഡ്രസ്സ് വാങ്ങാതെ ഒരു പരിപാടി ഞങ്ങൾക്കില്ല. ഈ കാണുന്ന സ്നേഹ ഡേറ്റ്സ് ആൻഡ് നട്ട്സും അതേപോലെ സ്നേഹ ബേക്കറിയും രണ്ടും ഞങ്ങളെ വീട്ടിൻ്റെ അടുത്താണ്. നല്ല അടിപൊളി ക്വാളിറ്റി ബേക്കറി ആട്ടോ. ഇനി അച്ഛനും ക്യാൻറ്റീനും കാണാം. അയ്യോ, അതെന്താ ലോക്കൽ എൻട്രി. അപ്പൊ ക്യാൻറ്റിയും അച്ഛനും ഫുൾ സെറ്റ് ആട്ടോ. എവിടെ പോവാണ് ക്യാൻറ്റി? എവിടെ പോവാ ക്യാൻറ്റി? എവിടെ പോവാടാ മുന്നേ? അച്ഛനും അമ്മേൻ്റെയും കൂടെ ആയതുകൊണ്ട് തന്നെ ക്യാൻറ്റി അത്ര കൂടുതൽ യാത്രകളൊന്നും ചെയ്യാറില്ല. അപ്പോൾ ആകെയുള്ള കുറച്ച് ഹോസ്പിറ്റൽ വിസിറ്റും പിന്നെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഞങ്ങൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകും. അങ്ങനത്തെ വിസിറ്റൊക്കെ മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് ട്രാവൽ ചെയ്യണേ. പണ്ട് മൂപ്പര് ഭയങ്കര ഛർദീൻ്റെ ആളായിരുന്നു. പിന്നെ ഇപ്പോഴാണ് അതൊക്കെ റെഡി ആയത്. കഴിഞ്ഞ തവണ ഞങ്ങൾ ഏകദേശം 3-4 മണിക്കൂർ ക്യാൻറ്റീനായിട്ട് ട്രാവൽ ചെയ്തു. ഒരു അലമ്പുമില്ല. പണ്ടത്തെ വെച്ച് നോക്കുമ്പം ക്യാൻറ്റീൻ ഭയങ്കര സൈലൻറ്റും മെച്ചേർഡും റിസർവ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറൊക്കെയാണ്. ഇടയ്ക്ക് എന്താ ആറ്റിറ്റ്യൂഡ് അറിയോ. അതുകൊണ്ട് തന്നെ ക്യാൻറ്റിക്ക് ഇനി ട്രാവലിംഗ് ഒരു ബുദ്ധിമുട്ടാവുമെന്ന് എനിക്ക് തോന്നില്ല. ഇതാണ് ഞങ്ങളെ കോഴിക്കോടുകാരെ സ്വന്തം ഹൈലൈറ്റ് മാള്. ആദ്യം ബീച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്നൊരു പ്ലേസും കൂടിയാണ് ഈ മോള്. ഇന്ന് ഞങ്ങൾ പോകാൻ പോണത് പുതിയൊരു സ്ഥലത്താണ്. ഞങ്ങളങ്ങനെ കോട്ടൂളി നേതാജി നഗറിലുള്ള ബൗവന്മ്യോ ഗ്രൂമിങ് സെൻറ്ററിലെത്തിയിട്ടോ. കുറേ അധികം നല്ല റിവ്യൂസ് കണ്ടപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഗ്രൂം ചെയ്യിക്കാൻ വിചാരിച്ചിട്ടാണ് ഇത്ര ദൂരം ട്രാവൽ ചെയ്തിട്ട് തന്നെ വന്നത്. എങ്ങോട്ട് പോവാടാ? പരിശോധിക്കണേ. ഇന്ന് ക്യാൻറ്റീനെ ഈ രൂപത്തിൽ നിങ്ങൾ എല്ലാവരും കണ്ടോളി. രോമൻ ട്രിം ചെയ്ത് സെറ്റപ്പ് ആക്കാൻ പോവാണ്. ഇപ്പം ഞങ്ങൾ കയറി ചെന്നപ്പോൾ തന്നെ കണ്ടേ ഭയങ്കര ഒബീഡിയൻ്റ് ആയ ഒരു ഷിറ്റ്സു. മൂപ്പര് സ്ലോട്ട് കാത്തിക്കുകയാണ്. ഇവിടെ ഗ്രൂമിങ് സെൻറ്റർ മാത്രമല്ല, ഇവർക്ക് ഡോഗ്സിനും ക്യാറ്റ്സിനൊക്കെ ആവശ്യമുള്ള ഫുഡ്, ടോയ്സ്, പിന്നെ അവരെ ബെൽറ്റ്, ആക്സസറീസ്, അങ്ങനത്തെ എല്ലാ സാധനവും അവിടെ കയറിക്കഴിഞ്ഞാൽ എന്താ അവർക്ക് വാങ്ങിക്കൊടുക്കാമെന്നാവും. പിന്നെ ക്യാൻറ്റി ചോദിച്ച് വാങ്ങാത്തതുകൊണ്ട് അച്ഛന് രക്ഷ. പൊതുവേ ഇവിടെ നല്ല റഷാണ്. അപ്പോൾ നമ്മൾ തലേ ദിവസം അല്ലെങ്കിൽ അന്ന് രാവിലെ ആയിട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ട് മാത്രം ഇവിടെ വരിക. പിന്നെ നമുക്ക് തിരക്കുണ്ടെങ്കിൽ നമ്മൾ പേടിക്കാനില്ല. ഇവരെ നമ്മളവിടെ ആക്കിയിട്ട് അവർ ഫുൾ ഗ്രൂം ചെയ്തിട്ട് അവരെ കീപ്പ് ചെയ്തോളും. നമ്മൾ ഏകദേശം ആ ടൈമിനനുസരിച്ച് വന്നാലും മതി. പിന്നെ നമ്മളവിടെ ആക്കി പോണതിൻ്റെ ഒരു കൺസേണും വേണ്ട കേട്ടോ. അവർ നല്ല കംഫർട്ടാക്കിയിട്ട് തന്നെയുള്ളൂ അവർ ഗ്രൂം ചെയ്യുക. ഈ തവണ ഞങ്ങൾ ക്യാൻറ്റീൻ്റെ നല്ല ട്രിം ചെയ്യാനാണ് വിചാരിക്കണേ. കാരണം നല്ല ഹെയർ ഫോൾ ഉണ്ട്. അപ്പോൾ അതൊന്ന് ട്രിം ചെയ്തൊന്ന് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതെല്ലാം നല്ലത് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ ക്യാൻറ്റീൻ്റെ ട്രിമ്മിങ്ങും ഗ്രൂമിങ്ങും ഹെയർ വാഷും ഒക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. പിന്നെ ഇവിടെ വരുന്ന പാക്കേജ് പറഞ്ഞാൽ 2400 ആണ് പാക്കേജ് വരുന്നത്. എല്ലാം ഇൻക്ലൂഡഡ് ആണ്.
അപ്പോൾ ഇവിടെ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ്. ഇതിൻ്റെ മുന്നേ ഞങ്ങൾ DNC ഒക്കെയാണ് ചെയ്തത്. DNC പറഞ്ഞിട്ട് ഒരു നല്ലൊരു സെൻ്റർ ആട്ടോ. ഞങ്ങൾ അവിടെ തന്നെയാണ് ബോർഡിംഗ് ഒക്കെ ചെയ്തിരുന്നത്. ഇതിൻ്റെ മുന്നേ ഞങ്ങൾ ഹൈദരാബാദ് പോയപ്പോൾ ഒക്കെ. അപ്പോൾ ഇവിടുത്തെ സർവീസിനെ പറ്റി ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ പറയാം കേട്ടോ. ക്യാൻറ്റീൻ്റെ സ്ലോട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ക്യാൻറ്റി ഇരിക്കണുണ്ടല്ലേ, ഇതൊരു കുട്ടിയാവും ക്യാൻറ്റി. ഞങ്ങൾക്ക് കിട്ടിയിരുന്ന സ്ലോട്ട് ഉച്ചയ്ക്ക് 2:30 അപ്പോൾ കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ടതൊന്നും വന്നില്ല. ഞങ്ങളും കറക്റ്റ് ടൈമിലായിരുന്നു. പിന്നെ അവർ സ്റ്റാഫ് നല്ല രീതിയിൽ കംഫർട്ടാക്കി ക്യാൻറ്റീനെ സോപ്പിട്ട് കൊണ്ടുപോകാനുള്ള പ്ലാനിനാണ് അവർ. ക്യാൻറ്റി പിന്നെ തുടക്കത്തിലൊരു പേടിയൊക്കെ കാണിച്ച് 3-4 പേരുണ്ടല്ലോ. പിന്നെ അതുകൊണ്ട് തന്നെ ക്യാൻറ്റിക്ക് മാസ്കൊക്കെ ഇട്ട് കൊടുത്ത്. ഒന്നും കെട്ട ക്യാൻറ്റി അച്ചടാ. അവർ മാക്സിമം കംഫർട്ടാക്കി ചെയ്യണ കാണുമ്പോൾ ക്യാൻഡി അഡ്ജസ്റ്റഡ് ആയിട്ട് നിൽക്കണ കാണുമ്പോൾ മുമ്പൊക്കെ തന്നെ ഭയങ്കര ആശ്വാസമാണ്. അങ്ങനെ ക്യാൻഡി റെഡി ആയിട്ടോ. അങ്ങനെ ഗ്രൂമിങ് സ്റ്റാർട്ട് ചെയ്ത് സൈസ് കുറയ്ക്കാമെന്നോ അച്ഛൻ്റെ സങ്കടം കണ്ടോളി. നല്ല ഹെയറി ആയിട്ടുള്ള ഡോഗ് ആകുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേക ഒരു കൺസേൺ ആണ്. അവരെ ഹെയർ എത്ര രീതിയിൽ നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്യുമോ, ട്രിം ചെയ്യുമോ, പിന്നെ നല്ല രീതിയിൽ അവർ ഗ്രൂം ചെയ്യുമോ എന്നൊക്കെ. അതൊന്നും ഇവിടെ പേടിക്കേണ്ടില്ല. അവർ ഓരോ കാര്യം ചെയ്യുമ്പോഴും അവർ വീണ്ടും വീണ്ടും നമ്മളോട് സജഷനൊക്കെ ചോദിക്കും. ഒരു ഓണക്കോടിയൊക്കെ വാങ്ങിക്കൊടുക്കുക ക്യാൻഡിക്ക്. ചിലതൊക്കെ ഡ്രസ്സ് കണ്ടോ, ആ ഓണക്കോടിയൊക്കെ വാങ്ങിക്കൊടുക്കുക ക്യാൻഡിക്ക്. കണ്ടോ ഇവിടെയൊക്കെ ഡ്രസ്സൊക്കെ ഉണ്ട്. നിങ്ങൾ മക്കളായിട്ടല്ലേ കാണണേ. വെറൈറ്റി സാധനമല്ലേ ഇതിന്ന് വരുന്ന സൗണ്ടാണ്. അച്ഛൻ ആകാംക്ഷയോടെ ക്യാൻറ്റീൻ്റെ ഗ്രൂമിങ് നോക്കിയിരിക്കണം, സങ്കടഭാവത്തോടെ. അച്ഛൻ ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുന്നത് ഞങ്ങൾക്ക് വാങ്ങണ്ടേ? ഓണത്തിന് കോടി വാങ്ങണ്ട. ആരും നിങ്ങൾക്കല്ല, ക്യാൻഡിക്കാറിന്. ആ ഡ്രസ്സാ അത് ശരി. ഒരു ടീഷർട്ട് വാങ്ങിക്കൊടുത്ത അതൊക്കെ ഇട്ട് പോവുക. ക്യാൻഡി ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് ഞങ്ങളിവിടെ പുറത്തുണ്ടോയെന്നൊക്കെ. വീക്ഷണത്തിലാണ് ക്യാൻഡി. ഞങ്ങളെ ക്യാൻഡീൻ്റെ ലുക്ക് കാണാൻ എക്സൈറ്റഡ് ആണോ? ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. അച്ഛൻ നല്ല സങ്കടത്തിലാണ്. ഞങ്ങൾ ഒരു അടിപൊളി എൻട്രി ഒക്കെ ഉണ്ട് ക്യാൻഡീൻ്റെ. ക്യാൻഡി സിംഹമായി മാറി. എന്താ കറക്റ്റ് സിംഹം തന്നെ. അതൊക്കെ തല കണ്ടാൽ പോയി. ഇത് കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത് ഇവിടെ പിക്ക് ആൻഡ് ഡ്രോപ്പും ഉണ്ട് കേട്ടോ. നമുക്ക് ടൈമില്ല എന്നുണ്ടെങ്കിൽ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വീട്ടിൽ വന്ന് പിക്ക് ചെയ്ത് അവർ ഗ്രൂമിങ് ഒക്കെ കഴിഞ്ഞാൽ അവർ തിരിച്ച് റിട്ടേൺ ഡ്രോപ്പും ചെയ്യും. കുളി തുടങ്ങി. ക്യാൻഡി ഭയങ്കര എക്സൈറ്റഡ് ആണ് കുളിക്കുമ്പോൾ. ഇട്ടതാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. അപ്പം ഞങ്ങൾ ഒന്ന് ഇവിടെ അടുത്തുള്ള മക്കാനി പോയി ചായ കുടിച്ച് വരാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാം കേട്ടോ. ഇനി 1.5 മണിക്കൂർ എടുക്കും എന്നാണ് പറയുന്നത്. അപ്പം ഞങ്ങൾ ചായ കുടിച്ച് വരാം. നിങ്ങൾക്ക് ചായക്ക് എന്താ കടിയുണ്ടേ? എനിക്ക് പകരം ഞങ്ങൾ ഇവിടെ ചായ കുടിക്കാൻ വിചാരിച്ചു. ഇത് കോട്ടൂളി ഏകദേശം റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ. നല്ല ആംബിയൻസ് ഒക്കെയാണ്. രാത്രിയൊക്കെ ആകുമ്പോൾ നല്ല വൈബായിരിക്കും. ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്, പക്ഷേ ആദ്യമായിട്ടാണ് ഇവിടെ കയറുന്നത്. ഞങ്ങൾ കയറിയ സമയം അത്ര ആപ്റ്റല്ല, കാരണം നൈറ്റാണ് കൂടുതൽ ഐറ്റംസ് ഉള്ളത് ഇവിടെ. അപ്പോൾ ഒരു ചായ, ഒരു കടി, അമ്പത്തൊക്കെ ഉണ്ട് എന്നൊക്കെ ഇപ്പോൾ വരുള്ളൂ. ഇവിടെ ലൈവായി വരുന്നുള്ളൂ. ഇവിടെ രാത്രിയാണ് മെയിൻ. ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എല്ലായിടത്തും 10 രൂപയാകുമ്പോൾ ഇവിടെ 5 രൂപയാണ്. ഞങ്ങളെ ബ്രൂ കോഫി എത്തി. അച്ഛൻ സമൂസ പറഞ്ഞിരിക്കുന്നു. ബിഗ് ബോസ് ആണല്ലോ നിങ്ങൾ? നിങ്ങൾ ആരെ ഫാനാ? ഷാനവാസിന്റെ ഫാനാ? ചിക്കൻ റോൾ വന്നിട്ടുണ്ട്. എൻ്റെ ചിക്കൻ റോൾ വന്നു. ഞാൻ അടിക്കാൻ പോകുന്നു. അപ്പം ചിക്കൻ റോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഫുഡിനെ ഇവിടെ കടികളും ചായക്കൊക്കെ നല്ല പേരാട്ടോ. ആൾക്കാരാണെങ്കിൽ ഫുഡ് ചെയ്യുന്നു. ഇവിടെ വന്ന ചായ നല്ല കടിയും കഴിച്ചു. ഞാൻ പഴംപൊരിയും വാങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പിക്ക് ആൻഡ് ഡ്രോപ്പ് ഉണ്ട്. അപ്പോൾ ഇതാണ് അവരെ വണ്ടി. അവർ എത്രയാണോ ഡിസ്റ്റൻസ് നോക്കിയിട്ട് ഒരു എമൗണ്ട് പറയും. അതിനനുസരിച്ച് നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞാൽ അവർ കംഫർട്ടായിട്ട് പെറ്റ്സിനെ കൊണ്ടുപോയി ഗ്രൂം ചെയ്ത് തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ ഗ്രൂമിംഗ് ഒക്കെ കഴിഞ്ഞ് ക്യാൻഡി അടിപൊളിയായിട്ട് തിരിച്ചു വന്ന് ക്യാൻഡിക്ക് പുതിയ ബെൽറ്റ് കിട്ടി, ചെയിൻ കിട്ടി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആൻറ്റി ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. ക്യാൻഡിക്ക് ആദ്യം നെക്ക് ചെയിൻ ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു ക്യാൻഡീനെ കാണാതിട്ടിട്ട്. പക്ഷേ ഇപ്പം അത് ഭയങ്കര ടൈറ്റായി പോയി. അപ്പോൾ പുതിയ നെക്ക് ചെയിനൊക്കെ കിട്ടിയപ്പോൾ ക്യാൻഡി ഉഷാർ. ക്യാൻഡീൻ്റെ വാല് നോക്കിക്കേ, ലയണാക്കിയില്ലേ ക്യാൻഡീനെ. ക്യാൻഡി ഇന്നേറ്റ് പോവല്ലേ? അവിടെ ഇരിക്കി, ചാടല്ലേ, അവിടെ ഇരിക്കി. എങ്ങോട്ടാടെ പോണേ? അങ്ങനെ ഒത്തിരി ഹാപ്പിയോടെ ക്യാൻഡി വീട്ടിലേക്ക്.
അങ്ങനെ ഞങ്ങൾ ഗ്രൂമിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കേട്ടോ. ഓക്കെ കാൻഡി, കാൻഡി നിങ്ങൾ വലിയ പുള്ളിയായല്ലോ. പോയതൊരു ലോക്കൽ നായും ഇപ്പൊ തിരിച്ചു വന്നപ്പോ സിംഹം. ലറി തിരിച്ചു വന്നപ്പോ സിംഹിണി. പുതിയ ബെൽറ്റും ചങ്ങലയും ഒക്കെ എന്തൊക്കെയാണ്. അമ്പാന് തന്നതാണ്. ഐ ഡസൻ ബൈ ജസ്റ്റ് സ്റ്റീൽ ഹാർട്സ്. നല്ല രസമുണ്ടല്ലേ. ഡ്യൂട്ടി ചെയ്യാത്ത കാൻഡിക്ക് ഡ്യൂട്ടി. ഡ്യൂട്ടി പറഞ്ഞ എന്താ പോലും അറിയാത്ത കാൻഡി. അമ്മക്ക് മനസ്സിലാവൂട തന്നെ. തല മാത്രം അതാണ്, ബോഡി വേറെ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. കാൻഡി വീട്ടിലേക്ക് കയറാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ്. അമ്മേനെയും മഞ്ജുവിനെയും ഒക്കെ കാണാൻ വേണ്ടി ഓടുകയാണിത്. ഈ തവണത്തെ ഗ്രൂമിങ് ഞങ്ങൾ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. അവർ നല്ല കംഫർട്ട് ആക്കിയോണ്ടും പിന്നെ നല്ല രീതിയിൽ ഗ്രൂമിങ്ങും ആണ്. നമ്മൾ ഫുൾ പാക്കേജ് എടുക്കണം എന്നില്ല, നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പേ ചെയ്തിട്ട് ചെയ്യും ചെയ്യാം കേട്ടോ. ചൂട് അമ്മേനെ വിളിച്ചൂടെ, വേഗം വിളിച്ചൂടെ അമ്മേനെ. പോണം. ഇപ്പൊ ഇതാണ് സിംഹിനിയാണ്, സിംഹിനി. എന്താടി എന്റെ കുട്ടി സിംഹിനിയാടി. നല്ല രസല്ലേ കാൻഡിമമ്മ? എന്റെ കുട്ടീനെ ഇഷ്ടപ്പെട്ടില്ലോ. കാൻഡിയുടെ രൂപം തന്നെ മാറിപ്പോയി. അത് ഇഷ്ടം തന്നെ, അത് വേറെ കുട്ടിയായി പോയി. ഇപ്പൊ എന്റെ കുട്ടിയല്ല, അത് വേറെ കുട്ടിയായി പോയി. സുന്ദരിയൊക്കെയാണ്, പക്ഷെ അത് രൂപം മാറിപ്പോയി. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു സപ്പോർട്ട്. അപ്പോൾ ഓക്കെ, ബൈ.